മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മുത്തശ്ശി അങ്ങനെ കരഞ്ഞുകൊണ്ട് പോവുകയാണ് കേട്ടോ. എൻ്റെ മോളെ ഒന്നും ചെയ്യരുതേ മാർക്കോ, എൻ്റെ മോളെ ഒന്നും ചെയ്യരുത് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് കേട്ടോ. കരഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ പിന്നിൽ പോകുമ്പോൾ മാർക്കോ അകത്ത് കയറടി എന്ന് പറയുകയാണ്. അതിനുശേഷം കരുണയെ പിടിച്ച് അകത്ത് കയറി അവർ ഡോറ് കുറ്റിയിടുകയാണ് കേട്ടോ. പിന്നീട് അവിടെ ഇരിക്കാൻ പറയും കരുണയോട്. അതിനുശേഷം നീ ഇപ്പോഴൊരു ഗർഭിണിയല്ലടി, എങ്ങനെ നീ ആ കുഞ്ഞിനെ നോക്കും? ആ കുഞ്ഞിനെ കൂടി നീ ഇല്ലാതാക്കുമല്ലോ, പറ്റിയൊരു തന്തയും കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കരുണയെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് നിൽക്കുക കേട്ടോ. കരുണ ആകെ വിഷമിച്ചിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇതെല്ലാം നമ്മുടെ മുത്തശ്ശി അവിടെ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. കാരണം പ്രതാപൻ്റെ ഉത്തരമാണ് അറിയേണ്ടത്, പ്രതാപനോടാണ് ചോദിക്കുന്നത്. അപ്പോൾ പ്രതാപം മിണ്ടാതെ നിന്നിട്ട് മുത്തശ്ശി എങ്ങനെ നോക്കുമ്പോഴാണ് മുത്തശ്ശി ഇതെല്ലാം ചിന്തിക്കുകയാണ് കേട്ടോ. പിന്നീട് കണ്ണൻ ചോദിക്കുന്നുണ്ട് പ്രതാപൻ്റെ അടുത്ത്, നിങ്ങളെന്താ ഇങ്ങോട്ടേക്ക് നോക്കുന്നത്? നിങ്ങൾ കാര്യം പറയും, വാമദേവനെ നിങ്ങൾക്കറിയുമായിരുന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴും പ്രതാപം ഒന്നും മിണ്ടില്ല. വാമദേവൻ പറയണ, ഇടാ പറയേ, എന്നെ അറിയില്ല, ഞാൻ കൊട്ടേഷൻ തന്നില്ല എന്ന് പറയേ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം പെട്ടെന്ന് തന്നെ പ്രതാപം പറയുകയാണ്, എനിക്കറിയാമായിരുന്നു എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ കണ്ണൻ പറയും, ശരിയാണ്, അറിയാമായിരിക്കും. കാരണം നിങ്ങൾ എൻ്റെ അച്ഛനെ ലോറി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കി. അതിൻ്റെ തലേ ദിവസമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ബാങ്കിൽ എത്ര പൈസ വന്നു എന്നുള്ളത് എനിക്കറിയാം. അത് നിങ്ങൾ വാമദേവനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വാമദേവൻ എങ്ങനെ ആ പൈസ തന്നു? അതോ അത് മണൽ വാങ്ങാനായിട്ടാണോ കൊടുത്തത്? എന്താണത്? എന്തായാലും കമലേശ്വരം ഗ്രൂപ്പിൽ അതിൽ ഞാനാണ് ഇപ്പോഴത്തെ MD. അങ്ങനെ ഒരു പർച്ചേസ് നടന്നിട്ടില്ല എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വാമദേവൻ പറയില്ല, ഞാൻ മണൽ ബൾക്കായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തതായിരിക്കും എന്ന് പറയും. നിങ്ങളല്ലേ അറിയില്ല എന്ന് പറഞ്ഞത് എന്ന് പറയും. അതേസമയം പ്രതാപം പറയുകയാണ്, ഞാൻ അന്ന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. ആ സമയത്ത് കുറേ പൈസ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് ഓഫർ തന്നു കഴിഞ്ഞപ്പോൾ ഞാനത് സ്വീകരിച്ചു. ഞാൻ അങ്ങനെ ആ ലോറി കയറ്റി വിശ്വനാഥനെ ഞാൻ ലോറി കയറ്റി കൊന്നു എന്നിങ്ങനെ പറയണം കേട്ടോ പ്രതാപൻ. അത് കേൾക്കുമ്പോഴേക്കും അങ്ങനെ വാമദേവനും അതേപോലെ തന്നെ ഉണ്ണിയും ദുർഗയാകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. നമ്മുടെ കണ്ണൻ നല്ല പോലെ പിഴിഞ്ഞ് അലക്കണുണ്ട് കേട്ടോ. കോടതിയിൽ ജഡ്ജി ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതേപോലെ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെ കമ്പനിയിൽ തിരിമറി ചെയ്തതിൽ എൻ്റെ അച്ഛൻ പറഞ്ഞതിന് വേണ്ടിയിട്ടാണ് ഇയാൾ അച്ഛനെ കൊട്ടേഷൻ കൊടുത്തത്. അതേപോലെ തന്നെയാണ് അതിനുശേഷം പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തതും ഒരുപാട് സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടി തന്നെയായിരുന്നു. അതേപോലെ തന്നെയാണ് എൻ്റെ ഭാര്യയെയും എന്നെയും ഇയാൾ കൊട്ടേഷൻ കൊടുത്തിട്ട് ഞങ്ങളുടെ ജീവിതവും തകർക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാൻ പിന്നെയും എൻ്റെ രണ്ടാനമ്മയുടെ ആങ്ങളയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാം ക്ഷമിച്ചും കൊണ്ട് ഞാൻ ഇത്ര നാളും ചെയ്തിരുന്നത്. പക്ഷേ ഇയാൾ ഞങ്ങളുടെ ജീവിതം തന്നെ എടുക്കുകയാണ്. അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും, എൻ്റെ അച്ഛൻ്റെ കേസ് ഞാനായിരുന്നു, ആ രാത്രിയിൽ ആക്സിഡൻ്റ് ഉണ്ടായ ആ കൊച്ചു പയ്യൻ ഞാനായിരുന്നു. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് കേസ് വാദിക്കാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് ഒരു തരത്തിലും ജാമ്യം കൊടുക്കരുത് എന്ന് കോടതിയോട് കണ്ണൻ അറിയിക്കുകയാണ് കേട്ടോ. അതേപോലെ കോടതി മറ്റേ വക്കീലിനോട് സംസാരിക്കാൻ ചോദിക്കുമ്പോൾ അയാൾ ഒന്നും സംസാരിക്കില്ല കേട്ടോ. അയാൾക്കൊന്നും പറയാനില്ല. കാരണം എല്ലാ കാര്യങ്ങളും പ്രതാപൻ ഒന്നൊന്നായിട്ട് ജഡ്ജിയുടെ മുമ്പിൽ പറയുകയാണ് കേട്ടോ. പിന്നീട് ജഡ്ജി പറയും, ഈ 20 കൊല്ലം മുമ്പുള്ള കേസാണെങ്കിലും അതിന് ദൃക്സാക്ഷികളും സാക്ഷികളും ആ 5 വയസ്സായ കുട്ടി മഹാലക്ഷ്മിയും എല്ലാവരും ഉണ്ട്. അത്യപൂർവങ്ങളിൽ അത്യപൂർവമായ കേസാണ്. അതുകൊണ്ട് ഇവർക്കൊരിക്കലും ജാമ്യം ഈ കോടതി അനുവദിക്കുന്നില്ല എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ ദുർഗ ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, മോനെ നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതല്ലേ ഇപ്പോഴറിഞ്ഞത് എന്നിങ്ങനെ ചോദിക്കണം. മുത്തശ്ശി ആകപ്പാടെ നിന്ന് വിയർക്കുകയാണ് കേട്ടോ. പിന്നീട് ദുർഗ അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ്, ഉണ്ണിയും പുറത്ത് പോവുകയാണ്. ദുർഗ ഒരേ കരച്ചിലായിരിക്കേണ്ടത്. ശരിക്ക് ദുർഗയ്ക്ക് വിഷമം വന്നിട്ട് തന്നെ കരയാണ്. അതേസമയം ഉണ്ണി ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പ്രതാപനെ വാമദേവനെ പോലീസുകാരോ പിടിച്ചുകൊണ്ട് വരും. അതിൻ്റെ പിന്നാലെ തന്നെ അനന്തും കണ്ണനും ഉണ്ട് കേട്ടോ. അവരും വരുമ്പോൾ പെട്ടെന്നാണ് ദുർഗ ഇവരെ കാണുക കേട്ടോ. അങ്ങനെ ദുർഗ കണ്ടതും ദുർഗയ്ക്ക് ആകെ കലി ഇളകാണ് കേട്ടോ. ദുർഗ അങ്ങനെ ചോദിക്കും, നിനക്ക് എങ്ങനെടാ ഇങ്ങനെ തോന്നിയത്? എൻ്റെ ഭർത്താവിനെ നിനക്ക് എങ്ങനെ വണ്ടി കയറ്റി കൊല്ലാൻ തോന്നിയത് നീ എന്ന് പറഞ്ഞിട്ട് വാമദേവൻ്റെ കോളറിൽ പിടിച്ചിട്ട് ദുർഗ പിടി വലി നടത്തുകയാണ് കേട്ടോ. നിനക്ക് എങ്ങനെ എന്നോട്
എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു എന്നറിയോ. ഞാൻ വേണ്ട വേണ്ട രണ്ടാമതൊരു കല്യാണം, രണ്ടാം കെട്ടുകാരനെ എനിക്ക് വേണ്ട വേണ്ട എന്ന് പറഞ്ഞതാണ്. എൻ്റെ ആങ്ങളയല്ലേ, എൻ്റെ ജീവിതം താർക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചതായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതം സ്വർഗമായിരുന്നു. ആ സ്വർഗത്തിനെ എൻ്റെ ജീവിതത്തിന് നശിപ്പിച്ച് കളഞ്ഞല്ലോടാ തനിക്ക് എങ്ങനെടാ അത് തോന്നിയത് എന്ന് പറഞ്ഞിട്ട് വാമദേവനെ പിടിച്ച് വലിക്കണം കേട്ടോ. അതേസമയം പോലീസുകാർ പിടിച്ച് മാറ്റിയിട്ടുണ്ട് ദുർഗയ്ക്ക് ദേഷ്യം സഹിക്കണില്ല കേട്ടോ. അതേപോലെ ഒരുപാട് തന്നെ വാമദേവനെ പ്രാഗണം കേട്ടോ. അതേപോലെ നിനക്ക് എങ്ങനെടാ തോന്നിയത് ഈ കൊലയാളുടെ മോളെ, എൻ്റെ മോനെ കൊണ്ട് കല്യാണം കഴിച്ചു കൊടുക്കാൻ നിനക്ക് എങ്ങനെ തോന്നി, എങ്ങനെ മനസ്സ് വന്നു? ഒരു കാലത്ത് നിങ്ങൾ രണ്ടുപേരും ഗതി പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരെ രണ്ടുപേരെയും നമ്മുടെ ദുർഗ കറക്റ്റായിട്ടാണ് കേട്ടോ പ്രാകുന്നത്. ശരിക്കും സങ്കടം സഹിക്കാൻ വയ്യാതെയാണ് പ്രാകുന്നത് കേട്ടോ. അതേസമയം മുത്തശ്ശി അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടാകും. ആ മുത്തശ്ശിയോട് പറയും, നിങ്ങളെ എല്ലാ തെറ്റിനും കൂടെ നിന്നിരിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ തോന്നി? നിങ്ങൾ ഒരിക്കലും ഗതി പിടിക്കില്ല. നിങ്ങൾ വേദന നിന്നിട്ടേ മരിക്കുള്ളൂ. നിങ്ങൾ ഒരിക്കലും നല്ല രീതിയിൽ നിങ്ങൾ മരിക്കില്ല. നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടേ മരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ദുർഗ ഇങ്ങനെ മുത്തശ്ശിനെയും ശപിക്കുകയാണ് കേട്ടോ. മുത്തശ്ശിക്ക് ആകെ എന്ത് ചെയ്യണം എന്നറിയാതെ മുത്തശ്ശി ആകെ കരയാണ് കേട്ടോ. പക്ഷേ ഇവരെല്ലാം, ഈ ദുർഗാമ്മ ഇവരെല്ലാവരും പറയുന്നത് കണ്ണൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ കാണുകയാണ് കേട്ടോ എല്ലാം. കാരണം ദുർഗയ്ക്ക് പറയാനുള്ളത് മുഴുവൻ പറയട്ടെ എന്നാണ് കണ്ണൻ മനസ്സിൽ കണക്കാക്കിയിരിക്കുന്നത്. ദുർഗ ഇപ്പോഴാണ് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദുർഗയ്ക്ക് സമനില തെറ്റും പോലെ ആവുകയാണ്. വാമദേവനെയും പ്രതാപനെയും കയ്യിൽ കിട്ടിയ ദുർഗ അടിച്ചു കൊല്ലും. അത്രയ്ക്കും ദേഷ്യമുണ്ട്. തൻ്റെ ഭർത്താവിനെയാണ് ഇല്ലാതാക്കിയത്. അതിലൊരു സ്ത്രീയും പൊറുക്കില്ലല്ലോ. അത്രയേ ദുർഗയും ചെയ്തുള്ളൂ. അതാരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.